നമസ്കാരം. സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച് NDA ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നീക്കം. BJP അധ്യക്ഷൻ JP നദ്ദ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. വിജയസാധ്യതയില്ലെങ്കിലും മത്സരിക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്തിന് രാജിവെച്ചുവെന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ്. ധൻഖറിന് വിടവാങ്ങൽ പ്രസംഗത്തിന് അവസരം നൽകണമെന്ന പ്രതിപക്ഷ MPമാരുടെ ആവശ്യം കാര്യോപദേശക സമിതി യോഗത്തിൽ BJP വെട്ടിയിരുന്നു. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. ശ്രീ PDT ആചാരി ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ, ശ്രീ V ശിവദാസൻ MP, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ ഷാബു പ്രസാദ് വളരെ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PDT ആചാരി, മുൻകാലത്ത് ഉപരാഷ്ട്രപതിമാർ രാജിവെച്ച ഘട്ടത്തിൽ അതിന് കാരണം വ്യക്തമായിരുന്നു. രാഷ്ട്രപതിയാകാൻ, അതുപോലെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ് ഒക്കെ VV ഗിരിയും ഭൈരോൺ സിംഗ് ഷെഖാവത്തും ഒക്കെ രാജിവെച്ച ചരിത്രമുണ്ട്. ഇത് പക്ഷേ എന്തുകൊണ്ട് പാർലമെന്റ് സെഷൻ നടക്കുന്നതിനിടെ രാജ്യസഭാ അധ്യക്ഷൻ രാജിവെക്കുന്നു എന്നുള്ളതിൽ രാജ്യത്തിന് ഒരു വിവരവുമില്ല. ഇത് ഒരു അഭൂതപൂർവമായ സാഹചര്യമാണോ? എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഈ ഒരു സെഷന്റെ മധ്യത്തില് ഉപരാഷ്ട്രപതി, അതായത് രാജ്യസഭയുടെ ചെയർമാൻ രാജിവെക്കുന്നെന്ന് പറയുന്നത് അങ്ങനെ സാധാരണ ആ രീതിയിൽ സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന് നമുക്കൊരു പ്രസിഡന്റ് ഇപ്പോൾ ഇല്ല. രാജിവെച്ചു, അത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആയിരിക്കണം. രാജി എന്ന് പറയുമ്പോൾ നാച്ചുറലി അതൊരു എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം ഒരു പക്ഷേ. അപ്പൊ അത് എന്താണ് എന്ന് ചോദിക്കാൻ ആർക്കും കാര്യമില്ല. അത് സഭയിലൊന്നും അതൊരു പ്രശ്നമല്ല. എന്തിന് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഭരണഘടന അദ്ദേഹത്തിനെ അനുവദിക്കുന്നുണ്ട് രാജിവെക്കാൻ. അതനുസരിച്ച് രാജിവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സഭയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ചെയർമാൻ തിരഞ്ഞെടുക്കപ്പെടുന്നു, അദ്ദേഹം വരുന്നു, സഭ അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ഓഫ് കോഴ്സ് അത് ഒരു വഴിക്ക് നടക്കും. പക്ഷേ ആർക്കും അറിയത്തില്ല എന്താ കാരണം എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ടു പ്രയോറിറ്റൈസ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അതായത് അതെങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. കാരണം ഒരു സീരിയസ് ആയ ഒരു കണ്ടീഷൻ ആണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലല്ല എഴുതുന്നത്. അൺഎബിൾ ടു അറ്റൻഡ് ദ ഹൗസ് ബിക്കോസ് ഓഫ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അങ്ങനെയൊന്നും അല്ലല്ലോ. ഐ വോണ്ട് ടു പ്രയോറിറ്റൈസ് ഹെൽത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അല്ല, ഈ ആരോഗ്യ കാരണങ്ങളാൽ എന്നുള്ളത് അദ്ദേഹം പറയുന്ന കാരണമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ കാരണത്തെ നമ്മൾ ചോദ്യം ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. അങ്ങനെ ഒരു കോൾ എടുക്കാനുള്ള ചോയ്സ് ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടല്ലോ. ഒരു സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണല്ലോ, അപ്പോൾ രാഷ്ട്രപതിയും സർക്കാരും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ്. സർക്കാരുമായി എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഒരു ഉപരാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുക രാജിവെച്ച് വഴിമാറുക എന്നുള്ളതാണോ? അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അദ്ദേഹത്തിനെ ഇപ്പൊ സർക്കാർ വിചാരിച്ചാൽ ആ രീതിയിൽ അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റുകയില്ലല്ലോ. കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം, വന്നത് പാസ്സാക്കണം എന്നുള്ളതാണ്. അതങ്ങനെ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് ചെയ്യാറില്ല. കാരണം ഗവൺമെന്റ് ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അത് പോകാറില്ല. അപ്പോൾ അതില്ലാത്തത്തോളം കാലം അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തുടരാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അന്നേരം ഈ ഗവൺമെന്റും ചെയറും തമ്മിലുള്ള ഒരു ബന്ധം വഷളാകും എന്നുള്ളതാണ്. അപ്പം വളരെ ടെൻഷൻ ഉണ്ടാവും ആ കാര്യത്തിലൊക്കെ. കാരണം സഭയിൽ ചെയർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തി കൊടുക്കാൻ ഉള്ള ബാധ്യത ചെയറിനുണ്ട്. അതേസമയത്ത് തന്നെ പ്രതിപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ. അതെ, അല്ല അപ്പോ ഇനിയിപ്പോ ഒരു ബാലൻസ്. അതെ, ഇനിയിപ്പോ ഗവൺമെന്റിന് മുമ്പുള്ള ചോയ്സ് സ്വാഭാവികമായും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അതിനുള്ള ഭരണഘടനാ മാൻഡേറ്റ് ഉണ്ട്. അതിന് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സെഷനിൽ തന്നെ പക്ഷേ ഇപ്പോൾ 30 ദിവസം എന്ന കാലപരിധി ഉള്ളത് കൊണ്ട് തന്നെ ഈ സെഷനിൽ തന്നെ എന്തായാലും അത് സാധിക്കില്ല, അല്ലെങ്കിൽ പിന്നെ സെഷൻ നീട്ടേണ്ടി വരും.
ഇവിടെ ഇപ്പോ ഈ ഉപരാഷ്ട്രപതി ഈ നടക്കുന്ന പാർലമെന്റ് സെഷനിൽ ഉപരാഷ്ട്രപതി ഇല്ല, പകരം വേറൊരാൾ ചെയർ ചെയ്യുമെന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ യാതൊരു സാധ്യതയില്ലല്ലോ. കാരണം ഭരണഘടന അനുസരിച്ച് തന്നെ ഉപരാഷ്ട്രപതി രാജിവെച്ചാൽ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹത്തിന്റെ എല്ലാ ഡ്യൂട്ടീസും പെർഫോം ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. വളരെ ക്ലിയറായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ് അതുള്ളത്. എല്ലാ ചുമതലകളും ഉപരാഷ്ട്രപതി നിർവഹിക്കുന്ന എല്ലാ ചുമതലകളും ഡെപ്യൂട്ടി ചെയർമാൻ നിർവഹിക്കും. അങ്ങനെയാണ് ഭരണഘടന വ്യവസ്ഥ പറയുന്നത്. തീർച്ചയായും. അപ്പോൾ ഇനി പുതിയ ഒരു ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കും. നിലവിൽ അങ്ങനെ ഉപരാഷ്ട്രപതിമാർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജിവെച്ച ഒരു മുൻ അനുഭവമില്ല, പ്രസിഡന്റ് ഇല്ല. രാജിവെച്ചിട്ടുണ്ട്, പക്ഷെ ഈ തരത്തിൽ രാജിവെച്ച ഒരു പ്രസിഡന്റ് ഇല്ല. അപ്പോൾ ഇതൊരു തരത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയ പൊസിഷൻസിനെ നമ്മൾ കാണുന്നത്, അവരുടെ ഓഫീസിനെ കാണുന്നത് കേവല രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായ ഒന്നായിട്ടാണ്. അതൊരു ഉയർന്ന ഭരണഘടനാ പദവിയായിട്ടാണ്. അപ്പോൾ സർക്കാരുമായി വളരെ വളരെ ക്ലോസ് ആയി നിൽക്കേണ്ട, അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കേണ്ട ഒരാളാണ് ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി പൊസിഷനിൽ ഇരിക്കുന്നവർ എന്നുള്ള നിലയിൽ ആ പൊസിഷന്റെ ആ യഥാർത്ഥത്തിലുള്ള മഹത്വം ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഉപരാഷ്ട്രപതി എന്ന പൊസിഷന്റെ മഹനീയതയെ അത്ര ഗുണപരമായ നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നില്ല സർക്കാർ എന്ന പരാതി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് മാധ്യമ റിപ്പോർട്ടുകളാണ്. അപ്പൊ ഈ ഉപരാഷ്ട്രപതി പദവിയുടെ മഹനീയത സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നം ഈ മൊത്തം സംഭവ വികാസങ്ങളുടെ, ഈ മൊത്തം സ്വീക്കൻസിന്റെ ഭാഗമായി വരാനുള്ള സാധ്യതയുണ്ടോ? അതിപ്പോ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അത് ഗവൺമെന്റിന് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ. ഗവൺമെന്റിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ചെയർമാനാണ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് എന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമേ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ കാരണം എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എല്ലാം ഒരു സ്പെക്കുലേഷനാണ് നടക്കുന്നത്. വാസ്തവത്തിലെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഏതായാലും എന്തോ ഒരു കമ്പൾഷനിലാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഹെൽത്തിന്റെ കമ്പൾഷൻ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ കമ്പൾഷൻ ആകാം എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളതൊന്നും ആർക്കും പിടിയില്ല. എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ പി ഡി ആചാര്യ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ ശങ്കുട്ടി ദാസ്, ഉപരാഷ്ട്രപതി ഇത്തരുണത്തിൽ രാജിവെക്കുന്നത് കുറച്ച് ആശ്ചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി അദ്ദേഹത്തിന് ചില അസ്വാരസ്യങ്ങളുണ്ട്, ഗവൺമെന്റ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതിയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടി ഒപ്പോസിഷനെ ബുദ്ധിമുട്ടിച്ചിട്ടും, അതല്ലെങ്കിൽ മുൻ ഉപരാഷ്ട്രപതിമാർ, അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഉള്ള ഉപരാഷ്ട്രപതിമാർ ചെയ്യാത്ത വിധത്തിൽ പക്ഷപാതിത്വപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതിപക്ഷ നേതാവിനെ തന്നെ ഒരു എന്താ പറയുക ചോദ്യമുനയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിന്റെ നിലയിൽ നിർത്തുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്? നിങ്ങളോട്, സർക്കാരിനോട് പോരാടാനുള്ള ആരോഗ്യം എനിക്കില്ല എന്നാണോ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു വെക്കുന്നത്? നോക്കൂ, തൻ്റെ രാജിയുടെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമായി വിശദമാക്കിക്കൊണ്ട് ഒരു രാജിക്കത്ത് കൂടി സമർപ്പിച്ചുകൊണ്ടാണല്ലോ ശ്രീ ജഗദീപ് ധൻഖർ രാജിവെച്ചിട്ടുള്ളത്. ആ രാജിക്കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് തൻ്റെ ജോലികൾ തുടർന്ന് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ അടിയന്തരമായി തന്നെ ഈ സ്ഥാനം ഒഴിയുകയാണ്. മാത്രമല്ല, ആ കത്തിൻ്റെ ഭാഷ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം രാഷ്ട്രപതിക്ക് നന്ദി പറയുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് വളരെ വിശദമായി തന്നെ 2 വരി എടുത്ത് നന്ദി പറയുന്നുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്, മന്ത്രിസഭയ്ക്ക് നന്ദി പറയുന്നുണ്ട്, പാർലമെന്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിഷമത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള വിരോധത്തിൻ്റെയോ ഒരു ലാഞ്ചന പോലും ആ രാജിക്കത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം സർക്കാരിനോട് പിണങ്ങിയിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു രാജിക്കത്തിൽ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയും ഒക്കെ മുഗ്ധകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. തന്നെയല്ല, ജഗദീപ് ധൻഖർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അത് ഈ രാജ്യത്തെ വളരെ പരസ്യമായിട്ടൊരു വസ്തുതയല്ലേ. നോക്കൂ, ഈ വർഷം മാത്രം 3 തവണയാണ് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി അദ്ദേഹത്തിന് കടുത്ത നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഉണ്ടായതിനെ തുടർന്ന് 3 ദിവസം എയിംസിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിന് സ്റ്റെന്റ് ഇംപ്ലാന്റ് വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു വിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ചുമതലയിൽ വന്നത്. അതിനുശേഷം ഈ വർഷം തന്നെ ജൂണിൽ ഉത്തരാഖണ്ഡിലെ കുമയൂൺ യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം വേദിയിൽ വെച്ച് ബോധം കെട്ട് വീണത് നമ്മൾ കണ്ടതാണ്. അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് ആരും വാദിക്കുന്നില്ല. പക്ഷേ ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കെ, ഒരു സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പൊട്ടി വീണത് പോലെ ഉപരാഷ്ട്രപതിയുടെ രാജി വരിക എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അങ്ങനെ സഭാ സെഷൻ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം
രാത്രിയിൽ ഇങ്ങനെ ഒരു വാർത്താ രൂപത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ രാജി വരേണ്ടത്. ഇനിയിപ്പോ താങ്കൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് മാറണം, ചുമതല നിർവഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു സെറിമോണിയസ് ആയിട്ടുള്ള എക്സിറ്റ് അർഹിക്കുന്നില്ലേ? കാര്യോപദേശക സമിതിയിൽ ഈ വിടവാങ്ങൽ പ്രസംഗമോ യാത്രയപ്പോ വേണ്ട എന്ന നിലപാടാണ് BJP സ്വീകരിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ചുമതല നിർവഹിക്കാൻ പറ്റുന്നില്ല, വേറൊരാൾ വേണമെന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന് കുറച്ചുകൂടി നല്ല രീതിയിൽ ആവാമല്ലോ. ഇതൊക്കെ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ മുഴുവിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പ്രധാനമായിട്ട് രാജിയുടെ കാരണമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാസം അദ്ദേഹം ജൂലൈ മാസത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നു. ഗുരുവായൂർ അമ്പലവും അതേപോലെ തന്നെ നമ്മുടെ ന്യൂയാർക്സ് സർവകലാശാലയെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് ഈ പറയുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. അദ്ദേഹത്തിന് ഡിസിനസ്, ഇടയ്ക്കിടയ്ക്ക് ഫെയിൻറ്റിങ്, ലോ ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ചെറിയൊരു ചുമതലയല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ധാരാളം മീറ്റിങ്ങുകളും ധാരാളം ചർച്ചകളും ധാരാളം യാത്രകളും ഒക്കെ വേണ്ടി വരുന്നൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാൻ തൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വളരെ ഗ്രേസ്ഫുള്ളായി എല്ലാവരോടും സ്നേഹത്തോടെയും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവരോടുള്ള സൗഹൃദം സൂക്ഷിച്ചുകൊണ്ടും വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ച് ഒഴിയുന്ന സമയത്ത് എന്താണ്, സത്യം വളരെ വിരസമാണ്, അസത്യങ്ങൾക്കാണ് കുറെ കൂടി കൊഴുപ്പും പ്രചാര സാധ്യതയുള്ളത് എന്നുള്ളതുകൊണ്ട് വസ്തുത എവിടെ നിൽക്കട്ടെ, നമുക്ക് ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകാം എന്നൊരു സമീപനം എടുക്കേണ്ട ആവശ്യമില്ല. രണ്ട്, ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ സമയം നിശ്ചയിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് മുകളിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് അന്ന് വൈകുന്നേരം വരെ സഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതിനുശേഷം തനിക്ക് വിടവാങ്ങൽ പ്രസംഗം വേണോ, അല്ലെങ്കിൽ തനിക്ക് വളരെ സെറിമോണിയസ് ആയിട്ട് എക്സിറ്റ് ചെയ്യണോ, അടുത്ത വർഷം എക്സിറ്റ് ചെയ്താൽ മതിയോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തെ രണ്ടാമത്തെ പൗരനാണ്. അദ്ദേഹത്തിന് മുകളിൽ ഇനി BJPക്ക് കൊടുക്കാനൊരു സ്ഥാനം എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഉള്ളൂ. ആ സ്ഥാനമാണെങ്കിൽ ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ വേക്കൻസി വരുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല, അദ്ദേഹത്തിനോട് എന്തെങ്കിലും നിലയ്ക്കുള്ള കൂടുതൽ പരിഗണന കിട്ടില്ല എന്നൊരു പരാതി പറയാൻ സ്കോപ്പ് ഇല്ല. വൈസ് പ്രസിഡന്റിന് മുകളിൽ പിന്നെ പ്രസിഡന്റേ ഉള്ളൂ, അത് കൊടുത്തില്ല എന്നൊരു പരാതി എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. രണ്ട്, ഇത്രയും കാലം വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ ഇദ്ദേഹം BJPയുടെ ഏജന്റ് ആണെന്നും ഇദ്ദേഹം നിഷ്പക്ഷനല്ലാന്നും BJPക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പൊ രാജിക്ക് പിന്നിൽ ദുരൂഹത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ, കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി, ഇംപീച്ച്മെന്റ് എന്ന ശബ്ദം വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലില്ല, റെസൊല്യൂഷൻ ഓഫ് റിമൂവലാണ്. അങ്ങനെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റെസൊല്യൂഷനിൽ പറയുന്നത് ഇദ്ദേഹം BJPയുടെ ആളായിട്ടാണ് സഭയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 6 മാസം മുൻപ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞ, അദ്ദേഹത്തെ നീക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത, 2 മാസം മുമ്പ് മോക്ക് രാജ്യസഭ നടത്തിയിട്ട് കല്യാൺ ബാനർജി വൈസ് പ്രസിഡന്റിനെ അനുകരിച്ച് സംസാരിക്കുകയും രാഹുൽ ഗാന്ധി അത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ജഗദീപ് ധൻകർ BJP വിരുദ്ധനായി മാറുന്നത്, സർക്കാർ അദ്ദേഹത്തെ പുകച്ചു പുറത്ത് ചാടിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് വലിയൊരു കൗതുകമായി തോന്നുന്നുണ്ട്. ശരി, മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്നല്ലേ വരിക. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം വളരെ നിഷ്കളങ്കമായി വിശ്വസിക്കണോ? അതായത് ജഗദീപ് ധൻകർ അദ്ദേഹം സഭ ചെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആരോഗ്യം മോശമാണല്ലോ, ഞാൻ വെറുതെ ഇവരൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ രാജിവെച്ചാൽ വേറൊരാൾ വന്ന് നല്ല ആരോഗ്യമുള്ള ഒരാൾ ഉപരാഷ്ട്രപതി ആവുമല്ലോ. പുള്ളിക്ക് അങ്ങനെ തോന്നി. അപ്പം തന്നെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എടുത്തു, എഴുതി കൊടുത്തു. അതുകൊണ്ട് ഉപരാഷ്ട്രപതി രാജിവെച്ചു. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. നമ്മൾ ഈ ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ നല്ല ഭാഷയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രാജിക്കത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ തൽക്കാലം അദ്ദേഹം പറയുന്നത് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാജിക്കത്തും അതിൻ്റെ അകത്തെ ഭാഷയും അതിലെ പ്രതികരണങ്ങളും. അതാണ് നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി. നമ്മൾ ആ റിയാലിറ്റിയെ പറ്റി ആദ്യം ചർച്ച ചെയ്യും. ഇനി ഇതിന്റെ പുറകിൽ ഇനിയിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന അഭിലാഷിന്റെ ചോദ്യങ്ങളൊക്കെ പ്രസക്തം തന്നെയാണ്. ആദ്യത്തെ ദിവസം തന്നെ സഭ തുടങ്ങുന്ന ദിവസം വൈകുന്നേരം 6 മണി വരെ ഓഫീസിൽ ഇരുന്ന് നല്ല ഗംഭീരമായിട്ട് തന്നെ സഭ നിയന്ത്രിച്ച് ഇതെല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് അനാരോഗ്യമാണ് എന്ന് പറഞ്ഞ് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. ആ ഒരു സർപ്രൈസ് മൂഡ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാവുകയും ചെയ്യും. ഒരുപക്ഷെ BJPക്ക് അത് അങ്ങനെ പറയാനുള്ള അവരുടേതായ രാഷ്ട്രീയ പരിമിതികളുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം ആ കാര്യങ്ങൾ എന്താണെന്ന് ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ അദ്ദേഹത്തിനും സർക്കാരിനും താല്പര്യമില്ല.
അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ്. ശരി. ആ സ്വകാര്യതയെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അത്രമാത്രം അവിടെ ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഇനിയിപ്പോ കാരണങ്ങളെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ, അദ്ദേഹം അൺലൈക്ക് അതർ വൈസ് പ്രസിഡന്റ്, ഇതുവരെയുള്ള വൈസ് പ്രസിഡന്റ്മാരിൽ നിന്ന് അദ്ദേഹം കുറച്ച് എന്തായിരുന്നു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അല്ല, അത് നമ്മൾ അതിനെ പ്രോ ആക്റ്റീവ് എന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? ഇപ്പൊ വെങ്കയ്യ നായിഡു ബിജെപിയുടെ അധ്യക്ഷനായിരുന്നു, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃത്വത്തോട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന് വലിയ പരാതി അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കൂ, ഇദ്ദേഹത്തെ കുറിച്ചോ എന്തൊക്കെയാണ് നടന്നതെന്ന് നേരത്തെ ശംഖു തന്നെ വിശദീകരിച്ചു. അഭിലാഷ, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലില്ല. ഈ ലോകത്തുള്ളവരെ എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആർക്കും പെരുമാറാൻ പറ്റില്ല. അത് നരേന്ദ്രമോദി ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, വൈസ് പ്രസിഡന്റ് ആയാലും ശരി, ഞാനും ശരി, നിങ്ങളായാലും ശരി, അവർക്ക് അവരവരുടേതായ രീതിയിലല്ലേ ഒരു കാര്യം കൈകാര്യം ചെയ്യാനും പ്രതികരിക്കാനും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. ദാറ്റ്സ് ഓൾ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ അദ്ദേഹം വളരെ പ്രൊയാക്റ്റീവ് ആയിരുന്നു. സഭയ്ക്ക് പുറത്തും സാധാരണഗതി വൈസ് പ്രസിഡൻസ് അവര് സഭ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും, പൊതുവരുന്നില്ല. പക്ഷെ സഭയ്ക്ക് പുറത്ത് അങ്ങനെയുള്ള പ്രതികരണങ്ങളിലോ ആ രീതിയിൽ പൊതു ചർച്ചയ്ക്ക് വിധേയമാകുന്ന വലിയ വലിയ പ്രതികരണങ്ങൾ പൊതുവെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ നടത്താറില്ല. എന്നാൽ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അവർക്ക് തടസ്സമൊന്നും ഇല്ലതായിരുന്നു. അദ്ദേഹം ഒരു മിനിറ്റ് അദ്ദേഹം കോടതിയുടെ കാര്യങ്ങള്, നമ്മുടെ കോടതിയുടെ പരിമിതികള്, ഓരോ കാര്യങ്ങൾ, അത് വളരെ വലിയ നിയമജ്ഞനാണ്. അവിടുത്തെ സുപ്രീം കോടതിയിലെ വലിയ സീനിയർ വക്കീലൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ അണ്ടർസ്റ്റാൻഡിങ്സ്, അദ്ദേഹത്തിന്റെ ആ കൺവിക്ഷൻസ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പലയിടത്തും അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സഭയിൽ തന്നെ പ്രതിപക്ഷത്തിന് ഇന്നുവരെ എൻ്റെ അറിവിൽ തെറ്റാണെങ്കിൽ തിരുത്തുക, പ്രതിപക്ഷം ഒന്നടങ്കം ഇതേപോലെ തന്നെ ഈ സഭാധ്യക്ഷനെ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ രാജ്യസഭ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉപരിസഭയാണ്. അങ്ങനെയുള്ളിടത്ത് ഈ രീതിയിലുള്ള പ്രതികരണം ഇതുവരെ പ്രതിപക്ഷം നടത്തിയിട്ടില്ല. ഇങ്ങനെ പല കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. എന്തൊക്കെയാണ് കാരണം എന്നുള്ളത് നമുക്കിപ്പോ സ്പെക്കുലേറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാരണം ആരോഗ്യമാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പെട്ടെന്നൊരു അനാരോഗ്യ പ്രശ്നം മൂലം എനിക്ക് പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ഈ സഭ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് അങ്ങനെ തോന്നുന്നുള്ളതാണ്. പക്ഷെ അനിൽ ബോസ്, ഇവിടെ ഇപ്പോ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അപ്പൊ ജയറാം രമേശിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ജഗ്ദീപ് ധൻഖറിന് അനുകൂലമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് വിടവാങ്ങൽ പ്രസംഗത്തിന് അവസരം കൊടുക്കണമെന്ന് പറയുന്നു. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അഭിപ്രായമില്ല. അനീതി കാണിച്ച ഉപരാഷ്ട്രപതിയായിരുന്നു ഒരു രാജ്യസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. രാഹുൽ ഗാന്ധിയെ തന്നെ വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് ജഗ്ദീപ് ധൻഖർ. അപ്പൊ അദ്ദേഹം എന്തിന് രാജിവെച്ചു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് കൺസേൺ ഉണ്ടോ? ഇതിനകത്ത് കോൺഗ്രസിൽ രണ്ടഭിപ്രായം എന്ന് പറയുന്ന വ്യാഖ്യാനം തന്നെ ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ആ പദവിയിൽ വരാൻ BJP RS സംവിധാനങ്ങളാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്, അവസരം കൊടുത്തത്. സ്വാഭാവികമായി ആ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ ഭാഗമായി ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുണ്ട് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരഭിപ്രായമാണ്. അത് രണ്ടഭിപ്രായമല്ല. എന്നാൽ ഈ സമയത്ത് ഒരു വിടവാങ്ങലിന് പോലും അവസരം കൊടുക്കാതെ ഒരു സഭാ നടപടികളുടെ തുടക്ക ദിവസം രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. അത് രണ്ടഭിപ്രായം അല്ലാതെ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം തന്നെ അഭിലാഷിൻ്റെ തെറ്റാണ്. ഞങ്ങളെ എതിർത്തിട്ടുണ്ട്, ആ എതിർത്തിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? പക്ഷേ ഇന്ത്യ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അനവസരത്തിലൊരു രാജി ഉണ്ടാകുമ്പോൾ അത് ഒരു നല്ല രീതിയിലുള്ള, ഇപ്പം സ്വാഭാവികമായി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിയമസഭാ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ, വൈസ് പ്രസിഡന്റ്, രാഷ്ട്രപതി എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഭരണപ്രതിപക്ഷ വ്യത്യാസ കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ വിയോജിക്കുമെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന ഒരു പരിഭാവനത്വം, ആ പരിഭാവനത്വം കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കാമായിരുന്നു. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുമോ? അതിലൊരു ദുരൂഹത ആരോപിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? അദ്ദേഹത്തിന് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ, ആ വിടവാങ്ങൽ പ്രസംഗത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ചോദ്യം ചോദിക്കുന്നു എന്നതുകൊണ്ട് ഇന്നലകളിൽ ഞങ്ങൾ എതിർത്തില്ലേ, അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തില്ലേ, അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും കാര്യമില്ല. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 143 പ്രകാരം ഈ ഇന്ത്യയിൽ അത് ഉപരാഷ്ട്രപതി ആയാലും രാഷ്ട്രപതി ആയാലും ഏതൊരു പൗരനായാലും അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടാനുള്ള റൈറ്റ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഈ രാജിവെക്കുന്ന ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
രാജിവെക്കുന്ന ദിവസത്തെ പ്രത്യേകത എന്താ? നമുക്കറിയാം, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് സമയബന്ധമായി നടപ്പിലാക്കേണ്ട ബില്ലുകളിന്മേൽ അത് ബോധപൂർവം ഗവർണർ പിടിച്ചു വയ്ക്കുന്നു എന്നൊരു പറയുന്ന വിഷയം ഉണ്ടാകുന്നു, അറിയാമല്ലോ. അതിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവുണ്ടാകുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണത് നേരിടേണ്ടത്? അതിന് നടപടിക്രമം ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വിധേയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിലും ഉപരാഷ്ട്രപതിയാണെങ്കിലും കോടതികളാണെങ്കിലും മറ്റു ഭരണാധികാരികളാണെങ്കിലും എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത്? ആ സമീപിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പ്രശ്നമായി മാറുമ്പോൾ, ആ ഭരണഘടനാ പ്രശ്നമായി മാറുമ്പോൾ കോടതിക്കുള്ള അധികാരം കോടതി വിനിയോഗിച്ചുകൊണ്ടാണ് ഗവർണറുടെ നടപടി പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് വിധി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടാകണം. ആ റിവ്യൂ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രപതി ഭവൻ ഇടപെടേണ്ടത്? അത് റെഫറൻസ് കൊടുക്കണം. ഈ സംഭവം രാജി നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം സുപ്രീം കോടതിയിൽ നടക്കുന്ന നടപടിക്രമം എന്താ? അതിനുവേണ്ടി സുപ്രീം കോടതി പ്രത്യേകമായ ഒരു ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ നിയമപരമായ തർക്കങ്ങളിലേക്ക് പോകുന്നു. ഈ കോടതിയുടെ ഒരു വിധി, അതായത് 143 പ്രകാരം സുപ്രീം കോടതി എടുത്ത നിലപാടിനെ, നടപടിയെ പരസ്യവേദിയിൽ ഉപരാഷ്ട്രപതി ചലഞ്ച് ചെയ്യാണ്. 1 അല്ല 3 പരിപാടികളിൽ. അപ്പോൾ ഒരു കോടതി അലക്ഷ്യം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ പേരിൽ തുടർന്ന് നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ബെഞ്ചിൽ നിന്നും ഉപരാഷ്ട്രപതിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കെതിരെ ഒരു കോടതി അലക്ഷ്യം എന്നുള്ള നിലയിൽ ഒരു പരാമർശം വന്നാൽ എന്താവും സ്ഥിതി? അങ്ങനെ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടന നടപടിക്രമങ്ങളെ പരസ്യവേദിയിൽ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമില്ല. ഉപരാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് റെഫറൻസ് എന്നുള്ള നിലയിൽ ഈ വിഷയത്തിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് എന്താ? കോൺഗ്രസുമായി തർക്കമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഉപരാഷ്ട്രപതിക്ക് തർക്കമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്നിട്ടുള്ള ഇത്തവണ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നടപടിക്രമം പാർലമെൻറ്റിലെ അംഗസംഖ്യ മാറി. അഭിലാഷേ, അംഗസംഖ്യ മാറി. അങ്ങനെ നിഷേധിച്ചൊന്നും ഏകപക്ഷീയമായി BJPയും RSSും പറയുന്നതിനനുസരിച്ച് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി ആദ്യ കാലങ്ങളിൽ എടുത്ത നടപടിക്രമങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇപ്പോൾ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു എന്ന് BJPക്കും RSSനും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സഭയിൽ തുറക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ഈ പടിയിറങ്ങാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കുന്നില്ല. എവിടെയാണ് തെറ്റഭിലാഷേ? സക്കീർ ഹുസൈൻ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഒരു സെക്കൻഡ് അഭിലാഷ്, ഒരു സെക്കൻഡ്. ഡോക്ടർ സക്കീർ ഹുസൈൻ രാഷ്ട്രപതി പദവിയിൽ ഇരുന്ന് മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് VV ഗിരി ഇടക്കാല ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത്. ആ സന്ദർഭത്തിൽ മാത്രമാണ് ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും ഒരാൾ മാറിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനൊരു കോൺട്രവേഴ്സി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇതംപ്രദമായി രാജ്യത്ത് കാണുന്ന ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ രാജ്യത്തിനാകെയുള്ള സംശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അത് ദൂരീകരിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഉപരാഷ്ട്രപതിയായിട്ടുള്ള ധൻഖറിനാണുള്ളത്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ചെയ്യാൻ സ്വാഭാവികമായും സംഘപരിവാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും അത് അനുവദിച്ചിട്ടില്ല. ധൻഖർ എന്തുകൊണ്ട് പറയുന്നില്ല? മുൾമുനയിൽ നിൽക്കും. ഉപരാഷ്ട്രപതിക്ക് പോലും ചില സംശയങ്ങൾ കൊടുക്കാത്ത ഇതിനെയാണ് സ്വേച്ഛാധിപത്യമെന്നും നമ്മൾ ഫാസിസം എന്നൊക്കെ പറയുന്നത്. ശരി, ഓക്കെ, ശരി. ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ധൻഖറിനോട് അടുപ്പമുള്ള ആളുകൾ ധൻഖറിനുണ്ടായിരുന്ന അതൃപ്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപരാഷ്ട്രപതി പദവിയെ വകവയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനെ മാനിക്കുന്നില്ല എന്ന വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫോറിൻ ഡിഗ്നിറ്ററീസ് വരുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിനൊരു സ്ഥാനം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. ഇപ്പൊ JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയിൽ വന്നു. ധൻഖർ അറിഞ്ഞുപോലുമില്ല. അദ്ദേഹം അന്നൊരു ഫ്ലൈറ്റിലായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ ഉപരാഷ്ട്രപതിയും തമ്മിലൊരു സെഷൻ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ഫോറിൻ ഡിഗ്നിറ്ററീസ് വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓഫീസുകളിൽ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ ചിത്രം തൂക്കുന്നത് പോലെ ഉപരാഷ്ട്രപതിയുടെ ചിത്രവും തൂക്കണം എന്ന അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ പ്രശ്നമല്ല, മറിച്ച് ഈ VP എന്ന പൊസിഷന്റെ അതിന്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് അന്ന് നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും സർക്കാർ അനുഭാവപൂർണമായ നിലപാടെടുക്കുന്നില്ല എന്നതിന്റെ സങ്കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കും.
നോക്കൂ, ഇപ്പൊ അങ്ങ് പറഞ്ഞ കാര്യം തീരെ ശരിയല്ല, വസ്തുതാപരമായി ശരിയല്ല. നോക്കൂ, JD വാൻസ് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് രാഷ്ട്രപതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു യാത്രയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഉപരാഷ്ട്രപതി എന്നുള്ള രീതിയിൽ എത്രയോ ഫോറിൻ വിസിറ്റുകളായിക്കോട്ടെ, എത്രയ്ക്കോ ഡിഗ്നിറ്ററികളായിട്ടുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ട് ബ്രിട്ടനിലെ രാജകുടുംബത്തിന്റെ കിരീടധാരണ ചടങ്ങിൽ ഇന്ത്യ ഔദ്യോഗികമായി റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രപതി ജഗദീപ് ധൻകറാണ്. അതായത് അവിടെ പ്രശ്നം ഈ ഫോറിൻ വിസിറ്റ് തന്നെയാണ്. ശ്രീ ശങ്കു 4 തവണയാണ് 2023 കിങ് ചാൾസ് മൂന്നാമന്റെ കൊറോണേഷൻ പോയി, അത് സമ്മതിച്ചു ഞാൻ. 35 മാസം അദ്ദേഹം അധികാരത്തിൽ 4 തവണയാണ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് അങ്ങ് ഇടപെടുന്നത് എന്തിനാ? പറയുമ്പോൾ ഒന്നും അങ്ങ് ഇടപെട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതല്ല, ഈ വിഷയത്തിലുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ താങ്കൾക്ക് വിശദീകരിക്കാനുള്ള അവസരമാണ്. ഇപ്പൊ 4 തവണയാണ് അദ്ദേഹത്തിന് ഈ വിദേശ സന്ദർശന അവസരം ഉണ്ടായത്. 4 തവണ, കഴിഞ്ഞ 35 മാസത്തിനിടെ 4 തവണ. അതിലൊന്ന് താങ്കൾ സൂചിപ്പിച്ച UK, മറ്റൊന്ന് ഇറാന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ, ഇബ്രാഹിം റൈസി അന്തരിച്ചപ്പോൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തു പോയത് ഇദ്ദേഹമാണ്. കൂടാതെ കംബോഡിയ, ഖത്തർ, അങ്ങനെ 4, കംബോഡിയ, ഖത്തർ, UK, ഇറാൻ. പിന്നെ കംബോഡിയയിൽ പോയി. അതെ, കംബോഡിയ, ഖത്തർ, UK, ഇറാൻ, ഈ 4 വിദേശ രാജ്യങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ അത് കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കാരണം അതിനു മുമ്പ് ഇരുന്ന ആളുകൾ അതിൽ കൂടുതൽ തവണ പോയിട്ടുണ്ട്. ഇപ്പൊ ഹമീദ് അൻസാരി 28 ഫോറിൻ ടൂർ നടത്തിയിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞല്ല, ഹമീദ് അൻസാരി 28 ഫോറിൻ ടൂർ, വെങ്കയ്യ നായിഡു 13 ഫോറിൻ ടൂർ ഉണ്ടായിരുന്നു. ഫോറിൻ ടൂർ എന്ന് പറയുമ്പോൾ വെറുതെ ടൂർ പോകുന്നതല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ആ നിലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിഗണനക്കുറവ് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി എന്നെ അങ്ങ് പറയാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോ ആണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ സംസാരിക്കാൻ എന്തെങ്കിലും നിലയ്ക്കുള്ള ശേഷിക്കുറവുള്ള ആളല്ല. അദ്ദേഹം രാജ്യത്തെ സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് കഴിഞ്ഞ തവണ കോൺഗ്രസ് പ്രതിനിധി പറയുകയുണ്ടായി. അദ്ദേഹം ഒരു പ്രസിദ്ധ ഒരു നിയമജ്ഞനാണ്. 1990 മുതൽ സുപ്രീം കോടതിയുടെ സീനിയർ ജഡ്ജി പാനലിലുള്ള ആളാണ്. 2016 വരെ സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്തിരുന്ന ആളാണ്. ഇതൊന്നും സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 142 ഒരു ന്യൂക്ലിയർ വെപ്പണാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാൻ, ജുഡീഷ്യൽ ഓവർറീച്ചിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് തടസ്സമായിട്ടില്ല. അങ്ങനെ ഒരാൾ തൻ്റെ സ്ഥാനം രാജിവെക്കേണ്ടി വരാനുണ്ടായിട്ടുള്ള കാരണം പറയാൻ ഭയക്കുമെന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? അദ്ദേഹത്തിന് അത് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വിശദമായിട്ട് രാജിക്കത്ത് എഴുതി. ആ രാജിക്കത്തിൽ ഒരു വാചകമെങ്കിലും വായിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ അങ്ങ് ഇടപെടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ രാജികത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഐ എക്സ്പ്രസ് മൈ ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ എസ്റ്റീംഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രൈം മിനിസ്റ്റേഴ്സ് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഹാവ് ബീൻ ഇൻവാല്യുബിൾ ആൻഡ് ഐ ഹാവ് ലേൺഡ് മച്ച് ഡ്യൂറിംഗ് മൈ ലൈഫ് ടൈം ഇൻ ദ ഓഫീസ് എന്നാണ്. അതായത് ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനോടും അഗൈതവമായി നന്ദിപ്പെടുന്നു. കാരണം അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള പിന്തുണയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ ധാരാളം പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും ആദരവോട് കൂടിയിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഗ്രഡ്ജോട് കൂടിയിട്ട് എന്തെങ്കിലും വിഷമത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ഈ വാചകത്തിന് ഒഴിവാക്കാം. അദ്ദേഹം പ്രധാനമന്ത്രിയെ മോശം പറയണമെന്നോ കുറ്റം പറയണമെന്നോ പറയുന്നില്ല. പക്ഷേ ഈ വാചകം പറയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ബോധപൂർവ്വം വളരെ ഗ്രേസ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ അനിൽ ബോസ് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് വിടവാങ്ങൽ പ്രസംഗം നടത്താനുള്ള അവസരം കൊടുത്തില്ല എന്ന്. ആരാണ് അവസരം കൊടുക്കേണ്ടത്? ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനുള്ള എന്ത് മാൻഡേറ്റാണ് ഗവൺമെന്റിനുള്ളത്? നിങ്ങൾ ഇങ്ങനെ രാജിവെക്കരുത്, നിങ്ങൾ അടുത്ത ആഴ്ച ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയതിന് ശേഷം ഒരു ഓണറബിൾ അങ്ങനത്തെ ഒരു സെറിമോണിയൽ ആയിട്ടുള്ള എക്സിറ്റ് നടത്താവൂ. ഇത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്, അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം 74 വയസ്സായിട്ടുള്ള രാജ്യത്തിന്റെ നിരവധി അധികാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള, പിന്നീട് MP ആയി പ്രവർത്തിച്ചിട്ടുള്ള, നിയമസഭാംഗമായി പ്രവർത്തിച്ചിട്ടുള്ള, ഗവർണറായി പ്രവർത്തിച്ചിട്ടുള്ള, വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തം കാര്യം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ പറയുന്ന പ്രഷർഫുൾ ആയിട്ടുള്ള ബിസിനസ് ഇനി കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് അഭിപ്രായമുള്ള മനുഷ്യരാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചർച്ചയിലേക്ക് വേണം. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ എന്തൊക്കെ അതൃപ്തികളാണ് ധൻഖറിന് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നമുക്ക് പറയാം. BJPക്കും പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം 15 മണിക്കൂറിന് ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പല കപ്പാസിറ്റികളിൽ രാജ്യത്തെ സേവിച്ചിട്ടുള്ള ആളാണ് ധൻഖർ. അദ്ദേഹത്തിന് ആരോഗ്യം നേരുന്നു, നല്ല ആരോഗ്യം നേരുന്നു എന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനമേൽക്കുന്ന വേളയിൽ അദ്ദേഹത്തെ കർഷകപുത്രൻ എന്നായിരുന്നു പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ കുറച്ച് കോൾഡാണ് എന്ന് വേണമെങ്കിൽ പറയാം, അതും പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാനേ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഈ രാജി കൊണ്ട് എന്താണ് സംഭവിക്കുക? ധൻഖർ ഉപരാഷ്ട്രപതി ആയിരുന്നപ്പോൾ, അദ്ദേഹം രാജ്യസഭാ ചെയർമാൻ ആയിരുന്നപ്പോൾ ഭരണപക്ഷ താല്പര്യം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. പലപ്പോഴും മുൻ ഉപരാഷ്ട്രപതിമാർ
കടക്കാത്തത്രയും കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള നടപടികളിലേക്ക് അദ്ദേഹം കടന്നിട്ടുമുണ്ട്. അപ്പോൾ പുതിയ ഒരാൾ വന്നാൽ അത് വ്യക്തികൾ, നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ വ്യക്തികളുടെ സ്വഭാവത്തിനും രീതിക്കും അപ്രോച്ചിനും അനുസരിച്ച് മാറുന്നതായിരിക്കുമോ? നമുക്കത് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലല്ലോ അഭിലാഷേ. നമ്മളിവിടെ കാണേണ്ട കാര്യം എന്താ? നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്തതും നമുക്ക് മുൻപ് പരിചിതമല്ലാത്തതുമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ന്യായമാണ്. ഒരു മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടുണ്ട്. സ്വയം ഒഴിയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം രാജിവെച്ചു. പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചില്ലേ, പ്രസിഡൻറ്റിനെ പ്രകീർത്തിച്ചില്ലേ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലേ, നല്ല കാര്യമാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ, പ്രത്യേകിച്ചൊരു വൈയായികയിൽ ഒഴിയുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമടക്കം പിന്തുണയ്ക്കുമല്ലോ. അദ്ദേഹത്തിന് രാജകീയമായി യാത്രയപ്പ് നൽകുക. ഒരു വയ്യാഴികയിൽ ഇരിക്കുന്ന ഒരാൾ മാറുമ്പോൾ ഒരു ഔചിത്യം എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ സൗകര്യമാണ് എൻ്റെ രാജിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി മുൻപ് നമുക്ക് ശീലമില്ലാത്ത, കീഴ്വഴക്കമില്ലാത്ത ഒരു കാര്യം തികച്ചും ആകസ്മികമായി സഭാ നടപടിക്രമങ്ങൾക്കിടയിൽ ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമാണ്. നമുക്ക് വരുന്ന സോഴ്സ് എന്താ? നമുക്ക് പല വിഷയങ്ങളും നേരിട്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മീഡിയാസ് വഴി കാര്യങ്ങൾ പുറത്തു വരുന്നത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പറയാൻ കഴിയാത്ത കാര്യങ്ങൾ സ്കൂപ്പ് വാർത്തകളായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള വാർത്തകളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ, അതിനെ നമുക്ക് നിരീക്ഷിക്കാമെങ്കിൽ, അതിൽ നിന്നും ഉണ്ടാകുന്ന ചർച്ചകളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ഉറപ്പാണ്. ഇതിൻ്റെ അകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്നും ഇവിടെ നിന്നുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്ന ഒരാളെ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനൊന്ന് ഫോണിൽ വിളിച്ചാൽ കിട്ടണമല്ലോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാൻ കിട്ടണമല്ലോ, വേണ്ടേ? ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാൻ. കാരണം രാഷ്ട്രീയമല്ലല്ലോ ഒരാളുടെ വൈകാഴിക എന്ന് പറയുന്നത്, ഏത് പാർട്ടിക്കാരനുമാകട്ടെ. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളെ, അദ്ദേഹത്തിന് ഇത്രയും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒരു ആശ്വാസവാക്ക് പറയാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ പാർലമെൻറ്റ് അംഗങ്ങൾക്കോ രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദങ്ങളുണ്ടെന്നേ എല്ലാ പദവികളിൽ ഇരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പോൾ പോയി ആദരാഞ്ജലികൾ അർപ്പിച്ചത്? നമ്മുടെ പാർട്ടിക്കാരനായതുകൊണ്ടാണ് അല്ലല്ലോ. അപ്പോൾ ചില മര്യാദകളുണ്ട്, ചില സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം, പരസ്പര ബഹുമാനം, സ്നേഹം, അതൊക്കെ ഉണ്ട്. നമ്മൾ വ്യത്യസ്തമായ നയങ്ങളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിയോജിക്കും, പ്രസ്താവന കൊടുക്കും, ഡിബേറ്റുകളിൽ തർക്കിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ബഹുമാനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ഒരാൾ അപ്രതീക്ഷിതമായി സ്ഥാനമൊഴിയുമ്പോൾ ആർക്കും ഫോണിൽ പോലും കിട്ടുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഔദ്യോഗികമായ ഒരു വിവരവും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇനി ഈ കൊടുത്ത കത്തിൽ ഇതല്ലാതെ മറ്റൊരു വരി ചേർത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം അതിക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടുകയില്ലായിരുന്നു. സംഘപരിവാർ പ്രതിനിധികളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. വിവിധ സംഘടന, നമ്മളൊക്കെ നിഷ്പക്ഷം എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധി എന്ന് പറയുമ്പോഴും, അത് മൊത്തത്തിലൊരു ബ്രാൻഡഡ് നയമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ആ പദപ്രയോഗം പറഞ്ഞതാണ്, സംഘപരിവാറിന്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾ ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു? ശരി. അപ്പം ഒരുപക്ഷെ ഈ ഇന്നത്തെ ഈ സിസ്റ്റത്തോട് വെല്ലുവിളിച്ച് നിൽക്കാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് തൻ്റെ രക്ഷയെ കരുതി ഇങ്ങനെ രണ്ടുപേരി കുറിച്ചതാണെങ്കിലോ? അപ്പോൾ ഇത് ദൂരീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിനാകെയുള്ള ഒരു സംശയമാണ്. കാരണം രോഗാവസ്ഥയിലുള്ള ഒരാളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോലും രാജ്യത്തെ ജനാധിപത്യ ക്രമത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവസരമില്ല എങ്കിൽ അത് വളരെ സംശയകരമാണ്. അത് മാധ്യമ വാർത്തകളായി പുറത്തു വരുമ്പോൾ അത് രാജ്യം ചർച്ച ചെയ്യും. അത് ദൂരീകരിക്കാനുള്ള അവസരം എന്തായാലും കോൺഗ്രസ്സുകാരനല്ലല്ലോ ധൻഖർ, BJP ആണ്, RSS വഴി വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരുപാട് പദവികളിൽ ഇരുന്നിട്ടുണ്ടാവും, നിയമ പരിജ്ഞാനം ഉണ്ടാവും. ഏത് നിയമ പരിജ്ഞാനം ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ ഉപരാഷ്ട്രപതിയിൽ ഇരിക്കുന്ന ഒരാൾ വെല്ലുവിളിക്കേണ്ടതുണ്ടോ? അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം വീരനാണ്, ഹീറോയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇന്ത്യയിലൊരു സിസ്റ്റം ഇല്ലേ? ആ സിസ്റ്റത്തിന് വിധേയമായിട്ട് വേണ്ടേ രാഷ്ട്രപതിയുടെ ഓഫീസാണെങ്കിലും ഉപരാഷ്ട്രപതിയുടെ ഓഫീസാണെങ്കിലും പ്രവർത്തിക്കാൻ? ശരി. അപ്പം ഞാൻ പറഞ്ഞത് 22-ാം തീയതി ഞാൻ നേരത്തെ പ്രതിപാദിച്ചു, 22-ാം തീയതി കോടതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ ഒരു സമിതിയുടെ അന്വേഷണത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ തലേ ദിവസമുള്ള രാജ്യം കൂടിയാണ്. ശരി. അങ്ങനെ പല അതുകൊണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തന്റെ സ്ഥാനത്തിരുന്നു
സ്പെക്കുലേഷൻസ് പലതുണ്ട്. ശ്രീ വി അല്ല, ശിവദാസൻ തന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് പദവിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിലുണ്ടെന്നേ. കേവലമായ രാഷ്ട്രീയ ആരോപണം മാത്രമല്ല ഉള്ളത്. ശരി പദവിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ കളിപ്പാവയായിട്ടുള്ള ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പാർലമെന്റ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തെടുത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് എന്തായിരുന്നു റോള്? അല്ലെ, അതാ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ചോദിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് എന്തായിരുന്നു റോള് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോ? ശരി. അപ്പൊ ഒരു രീതിയിലും ഇരിക്കുന്ന പദവിയിൽ സ്റ്റാമ്പായിട്ടിരിക്കാനുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ഘട്ടങ്ങളിൽ ഇത് പൊളിച്ചു കീറി അവർ പുറത്തു വരും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, ഫൈൻ. ശ്രീ വി ശിവദാസൻ, ഒരു ദിവസം രാജ്യസഭ ചെയർ ചെയ്ത ആൾ അന്ന് രാത്രി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിച്ച് രാജിവെക്കുകയാണ്. ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഒരു സെറിമോണിയസ് ആയിട്ടുള്ള എക്സിറ്റ് അല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വായിച്ചെടുക്കാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ രാജിക്കത്തിൽ അങ്ങനെ ഒരു സൂചനയും ഇല്ലാത്താനും. രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ചെയർമാന്റെ ഇങ്ങനത്തെ ഒരു വിടവാങ്ങലിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ നാളിതുവരെ ഇരുന്നിട്ടുള്ള ഒരാൾ അപമാനിതനായി ആട്ടിയിറക്കപ്പെട്ടു എന്ന നിലയിലാണ് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്. അതിന് വിവിധങ്ങളായ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവിധ അനുഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതോ മറ്റേതെങ്കിലും കാര്യമല്ല, മാധ്യമങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 13 തവണ വെങ്കയ്യ നായിഡുവിന് വിദേശത്ത് പോകുന്നതിന് വിദേശ രാജ്യങ്ങളുമായിട്ട് ഔപചാരിക ചർച്ചകൾ നടത്തുന്നതിനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി, സൗകര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ കേവലം 4 തവണ മാത്രമാണ് വിദേശത്ത് ഇദ്ദേഹത്തിന് പോകുന്നതിന് സാധിച്ചത്. അതിൽ തന്നെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര പ്രോട്ടോകോൾ പരിഗണന പല ഘട്ടങ്ങളിലും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇറാൻ സന്ദർശനമായിട്ടുള്ളത്. അവിടെ എത്തിയ വേളയിൽ അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങൾ പോലും ലഭ്യമായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയുണ്ടായി. രണ്ടാമത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒന്ന്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കൃത്യമായ സമയത്ത് അറിയിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടും വരികയുണ്ടായി. ഇതിനൊപ്പം തന്നെ BSc മീറ്റിംഗ് മാറ്റിവെക്കപ്പെടുന്നതിനിടെയായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് BSc മീറ്റിംഗ് മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്? രാജ്യസഭാ അധ്യക്ഷൻ്റെ യോഗം വിളിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക എന്നുള്ളത് മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ, ചുമതലപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണം നിർവഹിക്കാത്തതുകൊണ്ടാണോ അദ്ദേഹത്തിന് മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്? ഇനിയുമുണ്ട്. അദ്ദേഹം രാജിവെക്കുന്ന ദിവസം രാവിലെ പാർലമെന്റിനകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഇടപെടലുകൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുവാദം കൊടുത്ത വേളയിൽ രാജ്യത്തിൻ്റെ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിലെ പാർലമെൻ്ററി കാര്യ മന്ത്രിയും സഭാ നേതാവുമായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ. മറ്റൊന്ന്, അന്നേ ദിവസം തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ജസ്റ്റിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് സ്വീകരിച്ചതായിട്ട് അദ്ദേഹം ഹൗസിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് നടന്നിട്ടുള്ള സംഭാഷണങ്ങൾക്കിടയിൽ, പാർലമെൻറ്റിൽ നടന്നിട്ടുള്ള, രാജ്യസഭയിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവിടെ ബഹുമാന്യനായിട്ടുള്ള JP നദ്ദ നടത്തിയിട്ടുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ RSSൻ്റെ വിനീത വിധേയനായി പ്രവർത്തിച്ചാൽ പോലും ആ വിനീത വിധേയത്വം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അഭിമാനമുള്ള ഒരാൾക്കും ചെയർമാൻമാരിൽ നിന്ന് വ്യത്യസ്തരായി അല്ലെങ്കിൽ കൂടുതൽ അഗ്രസീവായി പ്രതിപക്ഷത്തെ നേരിട്ടിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് അനീതി കാണിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്ന ആളാണ് ജഗ്ദീപ് ധൻഖർ. ഇപ്പോൾ കല്യാൺ ബാനർജി അദ്ദേഹത്തെ കളിയാക്കി മിമിക്രി ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അത് ഫോണിൽ പകർത്തുകയൊക്കെ ചെയ്തത് ഒരു സമയത്തെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നല്ലോ. അതിൽ തന്നെ ഉപരാഷ്ട്രപതിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഗവർണറായിരുന്ന സമയത്ത് ബംഗാൾ ഗവൺമെന്റുമായി വലിയ ഷണ്ഡയുണ്ടാക്കിയ ആളാണ്. അങ്ങനെ എന്താ പറയുക, BJPയുടെ അത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്ര ആ നിലയ്ക്കുള്ള പരിഗണന കിട്ടിയ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ഈ പണ്ടിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ടൂറിന് വിട്ടില്ല എന്ന് പറഞ്ഞ് പിള്ളേർ പിണങ്ങിപ്പോകുന്നത് മാതിരി പിണങ്ങിപ്പോകുന്ന ആളാണോ? BJPയുടെ വിനീത വിധേയന്മാരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ
എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വിനീത വിധേയതയായിരിക്കുകയും അല്പമെങ്കിലും മാനുഷികതയോ സ്വന്തമായ അഭിപ്രായങ്ങളോ നിലപാടുകളോ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പറ്റുക എന്നുള്ളത് ഓരോ കാലഘട്ടവും അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കാണേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കവേ ജഗദീപ് ധൻഖറിനോട് പല നിലയിൽ വിയോജിപ്പുകളുണ്ടായിരുന്നു. വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിയോജിപ്പുകൾ കൂടിയാണ് ഇന്ത്യയുടെ സൗന്ദര്യം, രാജ്യത്തിൻ്റെ സൗന്ദര്യം, ജനാധിപത്യം അതാണ്. എന്ന് പറഞ്ഞാൽ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുമെന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്നുള്ള ആ കൺസെപ്റ്റ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനോട് പല വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ ഒന്ന് പറയുകയാണ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ആ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടത് ചില ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും കാണാനും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാനും എല്ലാമുള്ള അവകാശങ്ങളും ഇടങ്ങളും എല്ലാവർക്കും ഒരുക്കിക്കൊണ്ട് മാന്യതയുടെയും മര്യാദയുടെയും തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഏത് ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളും ഒഴിഞ്ഞു പോവേണ്ടത് എന്നുള്ളത് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ രാജ്യസഭാ ചെയർമാൻ, ആ ചെയർമാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മ, എല്ലാ അർത്ഥത്തിലും ഒരു നിഗൂഢത നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവശേഷിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് അപകടകരമായിട്ടുള്ള ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, എക്സ് ഓർ വൈ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സെറിമോണിയസ് ആയിട്ടുണ്ട് വേണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രശ്നമല്ലേ. ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണല്ലോ, സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് വൈസ് പ്രസിഡന്റേത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു രാത്രി ഇറങ്ങി പോവേണ്ട ആളാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. അത് ജഗദീപ് ധൻഖർ ആയതുകൊണ്ടല്ല, ഉപരാഷ്ട്രപതി ഇങ്ങനെ ഒരു പാതിരായ്ക്ക് ഇറങ്ങി പോവേണ്ട ആളാണോ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ഇവിടെ ശ്രീ ശിവദാസൻ സൂചിപ്പിച്ചതുപോലെയുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പരിഗണനയില്ലായ്മകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ താമസ സൗകര്യം മികച്ചതായിരുന്നില്ല എന്ന പരാതി അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ JD വാൻസിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നടത്തിയിട്ടുള്ള റിസപ്ഷനിൽ ലൈനപ്പിൽ അദ്ദേഹം പിറകിലായിരുന്നു എന്ന പരാതിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക് കിട്ടേണ്ട ഡ്യൂ കിട്ടുന്നില്ല, ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യണ്ടേ? അഭിലാഷേ, ശ്രീ ജഗദീപ് ധൻഖറെ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനായി ഈ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി അവരോധിച്ചത് BJP ആണ്, ഈ സർക്കാർ തന്നെയാണ്. അവർ അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നൊക്കെ പറയുമ്പം പറയുന്നതിനൊക്കെ ഒരു എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വസനീയത വേണ്ടേ? പിന്നെ ഇവിടെ നടന്ന പൊതുവായിട്ടുള്ളൊരു ചോദ്യം ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജഗദീപ് ധൻഖർ ഈ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആകുന്നത് വിദേശയാത്രകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് വെങ്കയ്യ നായിഡു 13 പ്രാവശ്യം പോയി, ഇദ്ദേഹത്തിനെ 4 പ്രാവശ്യം ഇട്ടുള്ളൂ. അങ്ങനെ ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സില്ലിയായിട്ടാണ് ഇവർ കാര്യങ്ങൾ കാണുന്നതെന്ന് നോക്കൂ. എന്താണ് ഈ പദവിയെ പറ്റിയുള്ള ഇവരുടെ ധാരണ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഞുള്ളി ബിച്ചി എന്നും പറഞ്ഞുകൊണ്ട് പിറങ്ങിപ്പോകുന്നൊരു മനുഷ്യനാണ് ഇങ്ങനെ ഈ ജഗദീപ് ധൻഖർ, രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പം ഇവർക്ക് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ആ പദവികളോടുള്ള ആ സമീപനം എന്താണ്, ആ ആദരവ് എന്താണ്? നമുക്ക് ആലോചിച്ചാൽ പോലെ ഇത് മനസ്സിലാക്കാനായിട്ട്. അല്ല അതൊരു ചെറിയ കാര്യമല്ല. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നാടൻ മുറിക്കാൻ പോകുന്ന കാര്യമല്ല ഇത്. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഇവന്റ്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെയാണ് ഹമീദ് അൻസാരി ഇന്ത്യ എന്ന നിലയിൽ 28 ഒക്കേഷൻസിൽ പങ്കെടുക്കുമ്പോൾ 4 തവണ അദ്ദേഹം 35 മാസം ഇരുന്നു. 10 വർഷമാണ് ഹമീദ് അൻസാരി. ഇദ്ദേഹം 35 മാസം എന്ന് പറയുന്നു. ഹമീദ് അൻസാരി എത്ര മാസം കണക്ക് നോക്കുകയാണെങ്കിൽ 10 വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് പിണക്കമുണ്ടെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ശരി, നിങ്ങൾക്കത് ഓരോരുത്തർക്ക് അവരവരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതിലൊന്നും എനിക്ക് അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അതുപോലെ ഇവിടെ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് ഫോണിൽ കിട്ടുന്നില്ല,
അദ്ദേഹത്തിനോട് ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെ ഫോണിൽ കിട്ടണോ വേണ്ടയോ, അദ്ദേഹത്തിനെ ബന്ധപ്പെടണോ വേണ്ടോ എന്ന് അദ്ദേഹം മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇത് പറയുന്ന ഘട്ടത്തൊന്നും സർക്കാർ അദ്ദേഹത്തെ വിളിച്ച് വീട്ടുതടങ്കലിൽ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തെ ഫോൺ കിട്ടുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നേ. അതുകൊണ്ടാവും അദ്ദേഹത്തിന്റെ ചോയ്സാണ് ആര് വിളിച്ചാൽ ഫോൺ എടുക്കണം, ആരോട് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ് എന്ന് പറയുമ്പോൾ ഉയരുന്ന പല ചോദ്യങ്ങളുണ്ട്. അവിടെ ശ്രീ ശങ്കുട്ടിദാസ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി കസേരയിലായിരുന്നല്ലോ അദ്ദേഹം ഇരുന്നത്. അപ്പൊ അദ്ദേഹം ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം രാജിവെക്കാണ്, അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്നു. ഇത് ഇങ്ങനെയാണോ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഴ്സുകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ശൂന്യതയിൽ നിന്ന് പറഞ്ഞ കാര്യമല്ല, അത് തന്നെയാണ് നേരത്തെ വി ശിവദാസനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉപരാഷ്ട്ര പദവിയുടെ മഹനീയതയ്ക്ക് അനുസൃതമായ പരിഗണന അദ്ദേഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ അതിനർത്ഥം. നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് സമയം തരുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, രാഷ്ട്രപതിക്ക് വേണ്ടത്ര പരിഗണനകൾ കിട്ടിയിട്ടില്ല, അതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചതെന്ന്. നേരത്തെ അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം അതെന്തൊരു യുക്തിയാണ്? വൈകുന്നേരം വരെ സഭ നിയന്ത്രിച്ചിട്ടുള്ള ആൾ രാത്രി തോന്നി എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് പെട്ടെന്ന് രാജിവെച്ചേക്കാമെന്ന് വിചാരിക്കുന്ന എന്ത് യുക്തിയാണ്? 2 മാസം മുൻപാണ് ഇറാൻ യാത്ര നടന്നത്. മെയ് 22-ാം തീയതിയാണ് ഇറാൻ യാത്ര നടന്നത്. അന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസത്തോളം അദ്ദേഹത്തിന്റെ ചുമതല മുഴുവൻ നടത്തിയതിനു ശേഷം പെട്ടെന്ന് ജൂലൈ 21-ാം തീയതി രാത്രി അദ്ദേഹത്തിന് തോന്നി ഇറാൻ യാത്രയിൽ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടില്ല, അതുകൊണ്ട് ഇന്നങ്ങോട്ട് രാജിവെച്ചേക്കാണ്. അത് വളരെ യുക്തിയാണ് അല്ലേ? വെങ്കയ്യ നായിഡു 5 കൊല്ലം കൊണ്ടും ഹമീദ് അൻസാരി 10 കൊല്ലം കൊണ്ടും നടത്തിയിട്ടുള്ള വിദേശയാത്ര 3 കൊല്ലം കൊണ്ട് ഇദ്ദേഹത്തിന് നടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷമമെങ്കിൽ ഇനിയുള്ള 2 കൊല്ലം കൊണ്ട് പരമാവധി വിദേശയാത്ര നടത്താനാണോ അതോ രാജിവെച്ചിട്ട് ഇനി ഒരു യാത്രയും നടത്താണ്ടിരിക്കാനാണോ അദ്ദേഹം ശ്രമിക്കുക? ഇതെന്തൊരു യുക്തിഭദ്രമല്ലാത്ത ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഈ അനിൽ ബോസ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഗൗരവമായിട്ടുള്ള ആക്ഷേപമുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ശരിയല്ല. ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിക്ക് എന്ത് ഉത്തരവും പാസ്സാക്കാനുള്ള അധികാരമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ഓർഡർ പാസ്സാക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 142 ആണ്, 143 അല്ല. 143 എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ റെഫറൻസ് ടു ദ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതിക്ക് ചില ചോദ്യങ്ങൾ റെഫർ ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. അങ്ങനെയുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു 14 ചോദ്യങ്ങളാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആ 14 ചോദ്യങ്ങൾക്ക് ഉത്തരം രാഷ്ട്രപതിയെ ബോധിപ്പിക്കുക എന്നുള്ളത് ആ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആ കാര്യം പരിഗണിക്കുന്നതിനിടയ്ക്ക് വൈസ് പ്രസിഡന്റിനെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കാനുള്ള ഒരു അധികാരമില്ല. ഇത് വെള്ളരിക്കപ്പെട്ടതല്ല. ഇവിടെ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഈ പറയുന്ന പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. രാഷ്ട്രപതി ഒരു ഭരണഘടനാപരമായിട്ടുള്ള പൊസിഷന്റെ മേലെ വ്യക്തത ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് റെഫറൻസ് കൊടുത്താൽ ആ റെഫറൻസിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ലാതെ അതിന്റെ പേരിൽ വരുന്ന നടപടിയെ ഭയന്നിട്ടാണ് ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് എന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, എന്തായാലും BJP-കാരനാണല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങേക്ക് അത് ഓർമ്മയില്ല എന്നാണ്. ശ്രീ ജഗദീപ് ധൻകർ കോൺഗ്രസ്സുകാരനും ആയിരുന്നു. അദ്ദേഹം ജനതാദളുകാരനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടതുപക്ഷം പുറമെ നിന്ന് പിന്തുണച്ചിരുന്ന ചന്ദ്രശേഖർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം 1989 മുതൽ 91 വരെ. 91-ൽ സർക്കാർ മാറിയതിനു ശേഷം നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ അംഗമായി. കോൺഗ്രസിന് വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നെ രാജസ്ഥാനിലുള്ള കോൺഗ്രസിന്റെ MLA ആയി. അതിനുശേഷം 2003-ലാണ് അദ്ദേഹം BJP-യിലേക്ക് വരുന്നത്. 2019-ലാണ് അദ്ദേഹം ഗവർണർ ആവുന്നത്. അപ്പോൾ അദ്ദേഹം ദീർഘകാലം കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുണ്ട്. അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പാർട്ടികളെ ഉപേക്ഷിക്കാനും രാജിവെക്കാനും അത് തുറന്നു പറയാനുള്ള ആർജവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും അവസരം ഉണ്ടായിരുന്നു. ഉപരാഷ്ട്രപതി ഉന്നയിക്കാത്ത ഒരു വാദം ഉപരാഷ്ട്രപതി തന്നെ വളരെ വ്യക്തമായിട്ട് തന്റെ രാജിയുടെ കാരണം എന്താണെന്ന് വിശദീകരിച്ചതിന് ശേഷവും അദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ കുറെ ഊഹാപോഹങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ. ഏതെങ്കിലും നിലയിലുള്ള ഒരു അവഗണന ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് നേരെ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. തന്നെയല്ല, ഇത്രയും കാലം ഉപരാഷ്ട്രപതി BJP-യുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചിരുന്നവരാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇത്രയും അപമാനിതനായിട്ട് ഒരു വൈസ് പ്രസിഡന്റ് ഇറങ്ങി പോയിട്ടില്ല എന്ന്. ആദ്യമായിട്ട് ഒരു വൈസ് പ്രസിഡന്റിന് റിമൂവൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ആരാണ്? രാജ്യസഭയുടെ നടപടിക്രമങ്ങൾ മോക്കറിയായിട്ട് കല്യാൺ ബാനർജി അത് മിമിക്രി കാണിക്കുകയും പ്രതിപക്ഷ നേതാവ് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആരുടെ കാര്യത്തിലാണ്. അപ്പൊ ഇവർ ഇത്രയും പരിഹസിച്ചപ്പോൾ ഒന്നും അദ്ദേഹത്തിന് അപമാനം തോന്നിയില്ല. പക്ഷെ 2 മാസം മുമ്പ് ഇറാൻ യാത്രയിൽ നല്ല മുറി കിട്ടിയില്ല എന്ന് പെട്ടെന്ന് ബോധോദയം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം രാജിവെക്കുന്നതെന്ന് പറയുന്നതിന്റെ യുക്തിഭദ്രത ആളുകൾ സ്വയം പരിശോധിച്ചോട്ടെ. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വി ശിവദാസൻ ഇവിടെ ഉന്നയിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അനീതി കാണിക്കുന്നു എന്ന് ആരോപിച്ച് ഉപരാഷ്ട്രപതിയെ
പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് ഉപരാഷ്ട്രപതിയോട് സ്നേഹം, അതും അദ്ദേഹം യാതൊരു കുഴപ്പവും ആരോപിക്കാത്ത ഘട്ടത്തിൽ പോലും പെട്ടെന്ന് സ്നേഹം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അപ്പുറത്തുനിന്ന് വന്ന ചോദ്യം. അത് വളരെ രസകരമാണ്. കാരണം JP നദ്ദ BJPയുടെ ലീഡറാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നയത്തെ, ഇടപെടലുകളെ, ഈ പാർലമെൻറ്റിനകത്ത്, രാജ്യസഭക്കകത്ത് രാജ്യസഭാ ചെയർമാനോട് അദ്ദേഹം നടത്തിയിട്ടുള്ള പെരുമാറ്റത്തെ ഒക്കെ ഞങ്ങൾ വിമർശിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ കയറി BJPയിലെ ഒരു അംഗം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചാൽ ഞങ്ങൾ ആ മുഖത്തടിച്ചയാളെ അല്ല ന്യായീകരിക്കുക, അയാൾക്കൊപ്പം അല്ല നിൽക്കുക, അടിയേറ്റ് വാങ്ങിയ ആളോടൊപ്പമാണ് നിൽക്കുക. അതാണ് ഇവിടെ. എന്താണ് ജഗദീപ് ധൻഖർ ആയാലും X or Y, ഒരു മനുഷ്യൻ്റെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനോടൊപ്പം നിൽക്കുകയാണ് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, മനുഷ്യനെ സ്നേഹിക്കുന്ന സകല ആളുകളുടെയും ഉത്തരവാദിത്വം. അപ്പം മനുഷ്യൻ്റെ അന്തസ്സ്, മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായി ഞങ്ങൾ വിമർശിച്ച വ്യക്തിയെ അദ്ദേഹം പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്ന ഒരു സാഹചര്യം ഏത് തരത്തിലാണ് എന്ന് വ്യക്തമാക്കണമെന്നുള്ളതും ഒരു നിഗൂഢത അതിൻ്റെ പുറകിൽ ഉണ്ടാവരുതെന്നും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് X or Y ആ പദത്തിലിരിക്കുന്ന മനുഷ്യന് അന്തസ്സോടുകൂടി പദവിയിൽ നിന്ന് വിരമിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. 2, BJPയാണ് അദ്ദേഹത്തെ നോമിനിയാക്കി ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നയാൾ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നയാൾ BJPയുടെയും RSSൻ്റെയും പാദസേവ ചെയ്യുകയാണ് വേണ്ടതെന്ന് ധരിച്ചു വെക്കുകയാണ് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ. അതുകൊണ്ടാണ് ഞങ്ങളാണ് അദ്ദേഹത്തെ ആക്കിയത് എന്ന മട്ടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ നിയമിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ പണി എന്ന് പറഞ്ഞാൽ BJPയുടെ താല്പര്യം സംരക്ഷിക്കലാണ് എന്ന് നാളെ പറയാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രസംഗമാണ്, ഭാഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങൾ എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ജനാധിപത്യ ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സമീപനമല്ല BJPയുടെ നേതാക്കന്മാർ ഇന്ന് രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അനിൽ ബോസ്, പല ഉപചാല വർത്തമാനങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണെന്നും മറ്റ് ചില ആളുകളെ ഉപരാഷ്ട്രപതി ആക്കാൻ വേണ്ടിയിട്ടാണെന്നും ഒക്കെ. അപ്പോൾ ആ ഉപരാഷ്ട്രപതി ആക്കാൻ പരിഗണിക്കുന്ന ആളുകളുടെ പട്ടികയിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്ന ഉപരാഷ്ട്രപതിയാവാൻ ഇന്ന ആളുകളെ പരിഗണിക്കുന്നു എന്നൊക്കെയുള്ള സ്പെക്കുലേഷൻസ് ഉണ്ടല്ലോ. ആ സ്പെക്കുലേഷൻസ് ഉള്ള ആളുകളുടെ പട്ടികയിൽ കോൺഗ്രസ് MPമാർ പോലും ഉണ്ട്. അല്ല, ഇവിടെ ഇതിനു മുമ്പ് ചർച്ച പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹം ഒരു പാർട്ടി മാറി, രണ്ടാമത് വേറൊരു പാർട്ടി മാറി. അദ്ദേഹം ഇഷ്ടമുള്ളപ്പോൾ ഏത് പാർട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിനനുസരിച്ച് പാർട്ടി ഉപേക്ഷിക്കും. അങ്ങനെ പാർട്ടി ഉപേക്ഷിച്ച് ഒരു വഴിയമ്പലമാണ് BJP. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തതാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദവി ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. അദ്ദേഹത്തിന് തോന്നുന്നത് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? തോന്നുന്നത് തീരുമാനിക്കാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി വെള്ളരിക്ക പട്ടണത്ത് വരുന്ന ആളുകൾക്ക് ഇരുന്ന് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ധീരോദാത്തമായി ഞാൻ നിങ്ങളെ സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങളെന്തിനാ അസ്വസ്ഥമാകുന്നത്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രിവിലേജ് അനുസരിച്ച്, നിങ്ങളുടെ മുന്നണിയുടെ പ്രിവിലേജ് അനുസരിച്ച്, നിങ്ങളുടെ മജോറിറ്റി അനുസരിച്ച് നിങ്ങൾ കൊടുത്ത പദവിയാണ് ഉപരാഷ്ട്രപതി എന്നുള്ള പദവി, അല്ലേ? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന പദവി നിങ്ങൾ കൊടുത്താണ്. അങ്ങനെ കൊടുത്തതിന് ഞങ്ങൾക്ക് എന്താ തർക്കം? അങ്ങനെ കൊടുത്തിട്ടുള്ള പദവിയിൽ നിന്ന് പോകുമ്പോൾ ധീരോദാത്തമായി ഇന്ന കാരണങ്ങളാൽ ഞാനിത് ഒഴിയുകയാണ്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തെയും സഭയെയും ബോധ്യപ്പെടുത്തരുതോ? എന്തുകൊണ്ടാണ് ബോധ്യപ്പെടുത്താതെ ഇത്തരം ഒരു ആശയക്കുഴപ്പത്തിന് അദ്ദേഹം ഇട നൽകിയത്? ഇത്തരം വാർത്തകൾ ഏത് സോഴ്സിൽ നിന്നാണ് പുറത്തു വരുന്നത്? അല്ലല്ല, അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളായി വാർത്തകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? അതല്ലേ പറയേണ്ടത്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് റഫറൻസ് കൊടുക്കേണ്ട അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്ത് റഫറൻസ് കൊടുക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനും അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്താനും ഉള്ള അവസരമുണ്ട് എന്നിരിക്കെ അല്ലല്ല, നിങ്ങൾ അത് ശരിയല്ല. ഞാൻ പറയുന്ന ആളുകൾ കേൾക്കട്ടെ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നേ? അപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്നാൽ ആ ഉത്തരവിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ അതിന് റെഫറൻസ് കൊടുക്കണമെങ്കിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുമായി ഡിസ്കസ് ചെയ്ത് കോടതിക്ക് നോട്ട് കൊടുക്കാം, പർട്ടിക്കുലർ പോയിന്റുകൾ മെൻഷൻ ചെയ്ത് കൊടുക്കാം. അത് കൊടുക്കണം. ഇവിടെ തൂക്കിക്കൊല്ലുമെന്നൊന്നും ഞാൻ ചർച്ചയെ പറഞ്ഞില്ല.
അപ്പൊ അങ്ങനെ മെൻഷൻ ചെയ്യാൻ റെഫറൻസ് കൊടുക്കാനുള്ള അധികാരമുണ്ടായിരിക്കെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാൾ വഴിയമ്പലത്തിൽ എന്ന പോലെ ഓടി നടന്ന് വായി വരുന്നത് കോതക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന നടപടിക്രമമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. മനസ്സിലായില്ലേ? ശരി, അദ്ദേഹം എത്ര പാർട്ടി പോയിട്ടുണ്ടെന്നുള്ള എണ്ണമെടുക്കലല്ല എന്റെ പണി. ശരി ശരി അദ്ദേഹം ഏതൊക്കെ പാർട്ടി പോയിട്ടുണ്ട്, നാളെ ഇനി ഏതെങ്കിലും പാർട്ടി പോവോ, ഇതൊന്നും എന്റെ ഡ്യൂട്ടി അല്ലെന്നേ. ശരി, എന്തായാലും ഉപരാഷ്ട്രപതി രാജിവെച്ചത് വലിയ ഒരുപാട് ചർച്ചകൾക്ക് വെക്കട്ടെ. പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിച്ചു. എന്തെങ്കിലും ഒരു വാചകം പറയട്ടെ. അവരാരെ വേണേ വെക്കട്ടെ അഭിലാഷേ. അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും അടിയറ വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ രാജ്യത്തുള്ള ജുഡീഷ്യൽ ഓവർ റീച്ചിനെ വിമർശിക്കാൻ ഏത് പൗരനുമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള ഉപരാഷ്ട്രപതി രാജിവെച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അത് കൂടുതൽ വ്യക്തത വരട്ടെ. പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. വളരെ നന്ദി. സൂപ്പർ ബ്രാൻഡ് അവസാനിക്കുന്നു. നമസ്കാരം.